എല്ലാം അവരാണ്. തങ്കത്തിരുമുടിയാണ്. 2024 കാളികൊട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് തിരുമുടി തങ്ക തിരുമുടിയാക്കിയിട്ടുണ്ട്. മൂക്കുന്നിമലയ്ക്ക് കൊടുത്തിരിക്കുന്നത് നിയർ ചെല്ലമംഗലം ദേവി ക്ഷേത്രം എന്നാണ്. ഒരു വർഷത്തെ പൊങ്കാല കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ തവണയും അമ്മയുടെ കൂടെ വരുമെങ്കിലും ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. നമുക്ക് എന്ത് വിഷമം നമ്മൾ അമ്മയോട് പറയും പോലെ പറഞ്ഞാൽ അതെല്ലാം നമുക്ക് സാധിച്ചു തരുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഐശ്വര്യമാണ് അമ്മ. എല്ലാം നല്ല ഐശ്വര്യവും സന്തോഷവും എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാം നാട്ടുകാരും എല്ലാവരും കൂടെ വലിയ കാര്യങ്ങൾ തന്നെ. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ദേവിയുടെ ശക്തി മാത്രമേ ഉള്ളൂ. ദേവി മാതൃസ്വരൂപിണിയാണ്. മാതൃസ്വരൂപിണിയായ ദേവിക്ക് മങ്കമാർ മരമുരുകി അർപ്പിക്കുന്ന പൊങ്കാല നിവേദ്യം. കേരളത്തിലും തമിഴ്നാട്ടിലും ഏറ്റവും വലിയൊരു ആചാരമാണ്, വിശ്വാസമാണ് പൊങ്കാല. കാർഷിക സമൃദ്ധിക്കായി കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായൊക്കെ പൊങ്കാല അർപ്പിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓരോ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ പൊങ്കാലയുടെ പുണ്യകാലമാണ്. സംഘാടകരോ അങ്ങനെ ഒരു ഭയങ്കരമായ സംവിധാനങ്ങളോ വർഷങ്ങളായി ഇല്ല. പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ ഞങ്ങൾ ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല. സ്വയം ഇവിടെ നിയന്ത്രിച്ച് ആ ഭക്തർ മുഴുവനും എത്തുന്നവർ അവരുടേതായ ഉത്സവമാണ് എന്ന് മുന്നിൽ ഇത് പോകുന്നത്. ഇന്ന് വരെ ഒരു അപശബ്ദങ്ങളോ അല്ലെങ്കിൽ ജാതിയെന്നോ മതമെന്നോ വർഗീയമെന്നോ ഈ ക്ഷേത്രത്തിലില്ല. ഇതിന് പേര് തന്നെ ജാതി മത വർഗീയ ചിന്താഗതികൾക്ക് അതീതമായി ഉയർന്നു വന്ന ഒരു ക്ഷേത്രമെന്നാണ് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ പൊതുവേ ഭക്തർ തന്നെയാണ് ഇവിടുത്തെ സംഘാടകരും ഈ നടത്തിപ്പുകാരും എല്ലാം അവരാണ്. ഇവിടെ ഒരു പ്രശസ്തമായൊരു തറവാടുണ്ടായിരുന്നു, മായിക്കോണം തറവാടെന്ന് പറയും. അവിടുത്തെ ഒരു കാരണവർ നാരായണൻ നായർ, അദ്ദേഹത്തിന് ഒരു സ്വപ്നത്തിലൊരു ബാലികയുടെ രൂപം സ്വപ്നം കാണുകയും ആ ബാലിക നിന്ന സ്ഥലം അദ്ദേഹം പിറ്റേ ദിവസം വന്ന് സന്ദർശിക്കുകയും അവിടെ അപൂർവങ്ങളായ ചില പുഷ്പങ്ങൾ കണ്ടുവെന്ന് പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, കേട്ട ചരിത്രമാണ്. ആ പുഷ്പങ്ങൾ കണ്ട സ്ഥലത്ത് ഭാവിയിൽ ക്ഷേത്രം പണിതു വന്നാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതര മതസ്ഥർ നിരവധി ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഇതര മതസ്ഥർ ഉത്സവ നാളുകളിലും അല്ലാത്ത സമയങ്ങളിലും ദർശനം നടത്തുന്ന ഒരു അമ്പലമാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത തങ്കത്തിരുമുടിയാണ്. 2024 കാളികൊട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് തിരുമുടി തങ്ക തിരുമുടിയാക്കിയിട്ടുണ്ട്. ഓരോ വർഷവും ഉയർന്നു വരുന്ന അമ്പലത്തിൻ്റെ ഇളങ്കോവടികളുടെ ചിലപ്പതികാരം, സംഘകാല കൃതി, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു നാടിൻ്റെ തന്നെ വിശ്വാസം, ആചാരം, ദേവി മഹാത്മ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ അനുഭവിച്ചറിയാനാകുന്നുണ്ട്. തോറ്റംപാട്ട് നമുക്കറിയാം, പൊങ്കാലോടനുബന്ധിച്ച് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും എപ്പോഴും കാണുന്ന ഒരു ആചാരമാണ്, വിശ്വാസമാണ്, അനുഷ്ഠാനമാണ് തോറ്റംപാട്ട്. നമ്മളോടൊപ്പം തോറ്റംപാട്ട് ആശാൻ ശ്രീ സന്തോഷ് ചേരുകയാണ്. നമുക്ക് സന്തോഷിനോട് ചോദിക്കാം ഈ ഒരു ആചാരം, അതിൻ്റെ ഒരു പ്രാധാന്യം. ചിലപ്പതികാരം ഇളങ്കോവടികൾ എഴുതിയുണ്ടാക്കി അതാണ് കാരണം. പിന്നെ പാണ്ഡ്യ നിഗ്രഹം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ തിരിച്ച് കുടിയിരുത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവമാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാണ്ഡ്യൻ രാജാവിനെ വധിച്ച് പിന്നെ രാജാവിൻ്റെ ഭാര്യ, അതായത് പെരുന്തേവി എന്ന് പറയും, പിന്നെ അവരെ മുത്താരമ്മയായിട്ട് നമ്മൾ പ്രതിനിധിക്കുകയും തിരിച്ച് ദേവിയെ കൊടുങ്ങല്ലൂരോട്ട് കൊണ്ടുപോയി കുടിയിരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ. ഈ തോറ്റംപാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന് ഉണ്ടാകുന്ന ഒരു വിശ്വാസികൾക്കൊരു വലിയൊരു അനുഭവമാണ്. പാടുന്നവർക്കും അതൊരു വലിയ സന്തോഷമാണ്. സന്തോഷം. എത്രത്തോളം വലിയ അനുഷ്ഠാനങ്ങൾ? ഞാൻ ഒരു 35 വർഷമായിട്ട് ഇപ്പം രംഗത്തുണ്ട്. ഒരുപാട് അമ്പലത്തിൽ പാടിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര, കൊല്ലം, അമ്പലപ്പുഴ, ആലപ്പുഴ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാടടുത്ത് പാടിയിട്ടുണ്ട്. ഇത് പാടുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന് ഒരു ഭയങ്കര സന്തോഷം. കാരണം ഒരു ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഉത്സവം വരണത് വരെ
ഒരു കാത്തിരിപ്പാണ്. കാത്തിരിപ്പാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി നമ്മൾ എപ്പോഴും ഒന്നിച്ചു കൂടാറുണ്ട്. അത് എന്ത് ആഘോഷമായാലും ഉത്സവമായാലും ഒരു പ്രതിസന്ധി ആയാലും അവിടെ മലയാളികൾ എപ്പോഴും ഒന്നിച്ചു നിന്ന് ഒരു പോരാട്ട മുഖത്ത് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ഇവിടെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു, ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഇവിടെ ദർശനത്തിന് എത്താറുണ്ട്, വിശ്വാസികൾ ഒന്നിച്ചു കൂടാറുണ്ട്, എല്ലാവരും ഒരേ മനസ്സോടെ ഇവിടെ പൊങ്കാല അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ഞങ്ങളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ശ്രീ നിസാമുദ്ദീനാണ്. അദ്ദേഹം PRDയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, മുൻ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച് ക്ഷേത്ര ഭാരവാഹികളോടൊപ്പം തന്നെ രംഗത്തുണ്ട്. മതസാഹോദര്യത്തിന്റെ മറ്റൊരു മനോഹരമായ കാഴ്ച നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇത്ര സജീവമായി തന്നെ ഇറങ്ങുന്നത്? ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ദേശത്തിലെ സർവമതസ്ഥരും വിനയപുരസ്സരം വരികയും ദേവിയെ വണങ്ങുകയും ചെയ്യുന്ന ഒരു പ്രമുഖ ആരാധനാലയമാണ് നമ്മുടെ ചെല്ലമംഗലം ദേവീക്ഷേത്രം. ഈ ദേവീക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമസ്ത ജനങ്ങളും എന്നുള്ളതിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. വർണ്ണങ്ങൾക്കും ജാതിഭേദമന്യേ ഏത് സമയവും എപ്പോഴും സമീപിക്കാവുന്നുള്ള ഒരു അമ്പലമാണ്. അല്ലെങ്കിൽ കൊച്ചിയിൽ പഴയ മുടിപ്പുര എന്ന് പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ജനങ്ങളും എത്രയോ നമ്മുടെ തലമുറകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവർണ്ണനീയമായിട്ടുള്ള ഒരു ചൈതന്യത്തിൻ്റെ ഉറവിടമാണ് ഈ ദേശത്തെ പഴയ മുടിപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്ര സന്നിധി. ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെടുന്നത് പൊങ്കാലയായാലും മറ്റ് ഏത് വിധം നേർച്ചയായാലും യാതൊരു വിധമായ റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു പുണ്യഭൂമിയായിട്ടാണ് ഇന്ന് ഈ നമ്മുടെ വിളവൂർക്കൽ ദേശം അറിയപ്പെടുന്നത്. ഈ വിളവൂർക്കൽ ദേശത്തിൻ്റെ വിലാസം തന്നെ ഈ പഴയ മുടിപ്പുര എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കണമെങ്കിൽ നമ്മൾ റഡാർ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുന്ന് വളരെ അടുത്ത് തന്നെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ മൂക്കുന്നിമലയ്ക്ക് കൊടുത്തിരിക്കുന്നത് നിയർ ചെല്ലമംഗലം ദേവീക്ഷേത്രം എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ മതസൗഹാർദ്ദത്തിന് പ്രസിദ്ധിയാർജിച്ച ഒരു പുണ്യഭൂമിയായിട്ടാണ് മാറിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാത്ത സേവനത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ടാണ് ഈ പുണ്യദിനത്തിൽ, ഈ പൊങ്കാല ദിനത്തിൽ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. പൊങ്കാലിടുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊങ്കാലിടുന്നത്. ഒരു വർഷത്തെ പൊങ്കാല കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ തവണയും അമ്മയുടെ കൂടെ വരുമെങ്കിലും ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഒരു വർഷത്തെ ഏറ്റവും വലിയ ഐശ്വര്യമാണ്, നമ്മൾ മനസ്സ് നിറയും. ഇപ്പം ഒരു പൊങ്കാലയുടെ പുണ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞത് നാട്ടുകാരല്ല, അതിൻ്റെ ഒരു ശക്തിയാണ് നമുക്ക് പൊറ്റയിൽ ദേവി എന്ന് പറഞ്ഞാൽ നമ്മളെ ചേട്ടൻ്റെ കുടുംബമാണെങ്കിലും അവരെ ഒരു കുടുംബക്ഷേത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇവിടെ കല്യാണം വന്ന കാലം മുതൽ ഇവിടെ പൊങ്കാലയ്ക്ക് വരാറുണ്ട്. ഇനി എനിക്ക് എൻ്റെ പൊങ്കാലയ്ക്ക് വരണം കഴിയണ സമയം വരെ എനിക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ അനുഗ്രഹ ദേവി എനിക്ക് തരട്ടെ. എനിക്ക് എൻ്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും നന്മ വരുന്നത്, എൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും നന്മ വരുത്തണേയാണ്. നമ്മളന്ന് തൊട്ട് ഞാൻ വന്നത് തൊട്ട് ഇവിടെ വരെയാണ്. നമുക്ക് നല്ലത് മാത്രമാണ് വന്നിട്ടുള്ളത് ഇത്രയും കാലം. നല്ല എന്ന് വെച്ചാൽ നമുക്ക് ചെല്ലമംഗലം അമ്മ പോയിട്ടേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്ക് എന്തൊരു ഇത് വന്നാലും വിഷമം വന്നാലും നമ്മൾ ഈ ചെല്ലമംഗലം അമ്മയുടെ നടയിലാണ് പോകണം. പോയിട്ട് നമുക്ക് എന്ത് വിഷമം നമ്മൾ അമ്മയോട് പറയും പോലെ പറഞ്ഞാൽ അതെല്ലാം നമുക്ക് സാധിച്ചു തരണുണ്ട് അമ്മ. അതുകൊണ്ട് ഇപ്പോഴും അമ്മയുടെ നടയിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെയെങ്കിലും നമുക്ക് ഇരുന്ന് ഇട്ടാൽ മതി, അവിടെ കണ്ടോളൂ. തരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് അമ്മ. അമ്മയുടെ നടയിൽ വന്നത് ഇത് പൊങ്കാല ഇടുമ്പോൾ ഞങ്ങൾക്ക് ശരീരസുഖം, മനസ്സിന് സമാധാനം, സന്തോഷം, ഇതെല്ലാം ഈ നാട്ടുകാർക്ക് അതുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വന്ന് പൊങ്കാല ഇടുന്നത്. പൊങ്കാല ഇടുക മാത്രമല്ല, വെള്ളിയാഴ്ച തോറും ഉച്ചയ്ക്ക് വന്ന് തൊഴും, അമ്മയെ തൊഴും. ഞങ്ങളെ ഈ നാട് വിളവൂർക്കൽ നാടിൽ പൊറ്റേ നാടിൻ്റെ ഐശ്വര്യമാണ് അമ്മ. ഞാൻ കൊച്ചിലേ മുതൽ ഈ ക്ഷേത്രമുണ്ട്, ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. എല്ലാ വർഷവും കൂടി വന്നുകൊണ്ടിരിക്കുക തന്നെ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കൂടെ വരെ തന്നെ. ഞങ്ങളെല്ലാം എന്തൊരു കാര്യത്തിനും ഞങ്ങളെല്ലാം കൂടെ ഒന്ന് സന്തോഷത്തോടെ തന്നെ പോകണമെന്നും എല്ലാം നല്ല ഐശ്വര്യവും സന്തോഷവും എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാം നാട്ടുകാരും എല്ലാവരും കൂടെ വലിയ കാര്യങ്ങൾ തന്നെ. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അമ്മയോട് പറയാൻ. കാര്യം എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് പറ്റുന്ന സമയത്ത് ഒക്കെ ആണെങ്കിൽ എന്തായിരുന്നാലും അമ്മയുടെ നടയിൽ പൊങ്കാല ഇടാൻ വന്നിരിക്കും. അതിപ്പോൾ ഇട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു എന്തോ ഒരു വല്ലാത്തൊരു ഇതായിരിക്കും.
എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ദേവിയുടെ ശക്തി മാത്രമേ ഉള്ളൂ. എല്ലാവരും നല്ലതായിട്ട് നിന്ന് പ്രാർത്ഥനയോടുകൂടി പൊങ്കാല ഇടണം.